സ്വാമി നിർമ്മലാനന്ദ യോഗിയുടെ സന്തുഷ്ട ജീവിതം. മനസ്സും സുഖവും. നമ്മുടെ ഓരോരുത്തരുടെയും സുഖം മാനസിക നിലവാരത്തെ, സംസ്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാളുടെ ഭാര്യ മരിച്ചു. അയാൾ ആശ്രമ ജീവിതത്തിന് തയ്യാറാവുന്നു. മറ്റൊരാൾ ഭാര്യ മരിച്ചതിന് ശേഷം വേശ്യാഗൃഹങ്ങൾ അന്വേഷിച്ച് അലയുന്നു. നോക്കണേ, ഒരേ സംഭവം തന്നെ രണ്ട് വ്യത്യസ്ത വ്യക്തികളിൽ രണ്ട് തരത്തിലുള്ള പ്രേരണകൾക്ക് ഇടവരുത്തുന്നത്. മനുഷ്യൻ സുഖം തന്നിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്നറിയാതെ നിഴലിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഓടി ഓടി ക്ഷീണിച്ച് നിലം പതിക്കുന്നു. അവസാനം കിട്ടുന്നതോ ദുഃഖം, ദുഃഖം മാത്രം. ഒതുക്കേണ്ട മനസ്സിനെ വീണ്ടും വീണ്ടും ഓടിക്കുന്നു. ഒടുവിൽ ദുഃഖിക്കുകയും ചെയ്യുന്നു. സുഖമാണല്ലോ ആരും ആഗ്രഹിക്കുന്നത്. അത് പുറത്തുനിന്ന് മാത്രം ലഭിക്കുന്നതല്ല. അത് നല്ല മനസ്സിൽ, മനസ്സംതൃപ്തിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ജീവിതത്തിന് അടുക്കും ചിട്ടയും നിയന്ത്രണവും വേണം. ബ്രേക്കും ബാലൻസും ഇല്ലെങ്കിൽ ജീവിതയാത്ര അപകടകരമാവും. അതത്രേ മനോനിയന്ത്രണപരമായ ധ്യാന പരിശീലനം, മനഃശാന്തിക്കുള്ള ലളിതമാർഗം. കോപം മഹാശത്രു. ഒരാൾ നല്ലവനോ ചീത്തയോ എന്ന് തീർച്ചപ്പെടുത്താൻ അയാളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് അന്വേഷിച്ചാൽ മതിയത്രേ. വളരെ ശരിയാണ്, കോപം ചീത്തയാണ്. കോപത്തിൻ്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്നോ? 12 പേരുണ്ട്. ദർപ്പം, അഹങ്കാരം, ഈർഷ്യ, കാമം, ദംഭം, അസൂയ, മദം, രാഗം, മാത്സര്യം, ലോഭം, മോഹം, ദ്വേഷം. ഇവരൊക്കെ കള്ളന്മാരുമാണ്. കള്ളന്മാരുടെ താമസം എവിടെയാണ്? ഗുഹകളിൽ തന്നെ. ഈ കള്ളന്മാർ ചിത്തഗുഹകളിൽ താമസിക്കുന്നു. വിദ്യാലയ പ്രസംഗ പരിപാടികളിൽ ചില വിദ്യാലയങ്ങളിൽ കുട്ടികളെ അടുത്തു വിളിച്ച് കുഞ്ഞിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കും. ശശി, രവി, ശോഭ, പ്രിയ എന്നൊക്കെ പറയും കുട്ടികൾ. ശശി, ഇവിടെ വരൂ. നിനക്ക് ദേഷ്യമുണ്ടോ? ഉടനെ അവൻ ഉത്തരം പറയും, ഇല്ല. വീണ്ടും ചോദ്യം, ദേഷ്യമില്ലേ? ഉത്തരം, ഇല്ല. വീണ്ടും വീണ്ടും ഇതേ ചോദ്യം ആവർത്തിച്ചാൽ ശശിക്ക് ദേഷ്യമായി. നോക്കണേ, ദേഷ്യം എവിടെ നിന്ന് വന്നു? അകത്തു നിന്ന്, മനസ്സിൽ നിന്ന് തന്നെ. ക്രോധം കൊണ്ട് മനസ്താപമുണ്ടാവും എന്നും കോപം മുക്തിക്ക് ശത്രുവാണെന്നും ശ്രീരാമൻ ലക്ഷ്മണൻ ഉപദേശിച്ചിരിക്കുന്നു. അത്രയും ക്രൂരമാണ് ക്രോധത്തിൻ്റെ ശക്തി. സ്നേഹിതന്മാർ തമ്മിൽ അടിപിടിയും സ്നേഹമയനായ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നതും എല്ലാം ഈ ക്രൂരമായ ക്രോധവികാരത്തിൻ്റെ ഫലമാണ്. കോപാവേശം കൊണ്ട് വീട്ടിലും ഓഫീസിലും പല കശപിശകളും, അനാവശ്യ പെരുമാറ്റങ്ങളും, അടിപിടികളും, കൊലപാതകം തന്നെയും സംഭവിക്കാറുണ്ടല്ലോ. തുടർച്ചയായുള്ള കോപം ആരോഗ്യത്തെ തന്നെ അപകടപ്പെടുത്തും. വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടണം. ഏതെങ്കിലും ഒരാൾ അപ്രിയം ചെയ്തു എന്ന് വെച്ച് ഒരാൾ അവൻ്റെ നേരെ കോപിച്ച് അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് തൻ്റെ കോപത്തിൻ്റെ നേരെ കോപിച്ച് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല? കോപം നിമിത്തം ഒരുവൻ മറ്റൊരുവനെ കൊലപ്പെടുത്തുന്നു. അപ്പോൾ താനും ചാകേണ്ടി വരുന്നു. അപ്പോൾ തന്നെ നശിപ്പിച്ചത് തൻ്റെ കോപമല്ലേ? ആ മഹാശത്രുവായ കോപത്തിനെയല്ലേ നശിപ്പിക്കേണ്ടത്? ക്രോധമോ വ്യസനമോ മറ്റു വല്ല മനോവികാരങ്ങളോ വർദ്ധിക്കുവാൻ മതിയായ കാരണം നേരിട്ടാലും മനോവികാരം വർദ്ധിപ്പിക്കാതെ ഇരിക്കാൻ നാം പരിശീലിക്കണം. ഒരു വേഷക്കാരൻ്റെ വേഷം കെട്ടി കളിക്കുമ്പോൾ പ്രേമവും ശോകവും ക്രോധവുമെല്ലാം അഭിനയിക്കാറുണ്ട്. എങ്കിലും അപ്പോൾ അതൊന്നും വാസ്തവത്തിൽ അവനില്ല. അപ്രകാരം തന്നെ ഈ സംസാര നാടകശാലയിൽ കാര്യം നടത്താൻ വേണ്ടി കോപതാപാദികൾ കാട്ടിക്കൂട്ടുമ്പോൾ നമുക്ക് ആന്തരവികാരം ഉളവാകരുത്. മനസ്സ് എപ്പോഴും പ്രസന്നമായിരിക്കണം. കോപം വരുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് ആലോചിക്കുക, എനിക്കിപ്പോൾ കോപം വന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വല്ലതുമൊക്കെ സംസാരിച്ചാൽ ആപത്താണ്, അധപ്പതനമാണ്. ഇങ്ങനെ ആലോചനയ്ക്ക് അല്പമെങ്കിലും അനുകൂല സാഹചര്യമുണ്ടായാൽ കോപം തനിയെ ശമിച്ചുകൊള്ളും.
ഉഗ്രമായ കോപം വരുന്നു എന്ന് തോന്നിയാൽ ആ സാഹചര്യത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പ്രക്ഷുബ്ധമായ മനസ്സ് പ്രശാന്തമാകുന്നതുവരെ നാം മറ്റൊരിടത്തേക്ക് മാറി നിൽക്കണം.